Okay, good evening, dears. All of you mark your attendance. Good evening, Miss. Good evening. Please mark your attendance. Okay, നമുക്കൊരു ചെറിയ ഒരു 3-4 വേഴ്സ് നമുക്ക് ഡിക്റ്റേഷൻ അല്ലേ? Okay, are you ready? Yes. Take your ഏതിലായിരുന്നു നിങ്ങള്? എംഎസിലാണോ? അല്ല, മലയാളം ബുക്ക് തന്നെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ. റഫ് നോട്ടിൽ എഴുതിയാലും മതി, നിങ്ങൾ എഴുതണം. ഓക്കെ. അപ്പോ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തല്ലോ. ഓക്കെ. ഫസ്റ്റ് വൺ ഡിക്റ്റേഷനിൽ ഒന്നാമത്തത് ഗാന്ധിജി. ഗാന്ധിജി അറിയോ? ഗാന്ധിജി. 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 ഫിനിഷാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെ ഫിനിഷ് ആക്കിയ? വേഗം എഴുതിയല്ലോ. ഓക്കെ. ഗാന്ധിജി. നെക്സ്റ്റ് വൺ പറയട്ടെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? ഓക്കെ. സെക്കൻഡ് വൺ സ്വാതന്ത്ര്യം. 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 ശ്രദ്ധിച്ചിരണം. സ്വാതന്ത്ര്യം കുറച്ച് ടഫ് വേർഡ്സ് ആണ്. സ്വാതന്ത്ര്യം തെറ്റിക്കോട്ടെ കേട്ടോ. അപ്പൊ നിങ്ങളത് കുറച്ച് പ്രാവശ്യം എഴുതിപ്പിക്കാൻ അപ്പൊ ശരിയാവും. സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. എന്ത് പറ്റി ലക്ഷ്മിക്കുട്ടി? ആർക്കാ കിട്ടാത്ത? ലക്ഷ്മിക്കാ. എന്ത് പറ്റിയടാ? മിസ് അത് നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗാന്ധിജി, സ്വാതന്ത്ര്യം, വെള്ളക്കാർ, രാഷ്ട്രപിതാവ് എന്നുള്ള ഒരു പേജ് നിറയെ. അപ്പൊ അത് പഠിച്ചിട്ടില്ലേ? ഫിനിഷാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. മക്കളെ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. അപ്പൊ സ്വാതന്ത്ര്യം എന്നാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. സ്വാതന്ത്ര്യം. എല്ലാവർക്കും ഫിനിഷാണോ? ഒന്നാമത്തത് ഗാന്ധിജി, രണ്ടാമത്തത് സ്വാതന്ത്ര്യം. Miss, next word. നെക്സ്റ്റ് തേർഡ് വൺ പറയട്ടെ. റെഡിയാണോ എല്ലാവരും? ഓക്കേ. അപ്പൊ ഞാൻ പറയാം. വെള്ളക്കാർ. വെള്ളക്കാർ. വെള്ളക്കാർ.
ഓക്കെ ഫിനിഷ് ആണ് അല്ലേ? അപ്പൊ നെക്സ്റ്റ് നാലാമത്തത് അഹിംസ. അഹിംസ. ആ എഴുതുക, ഹിം പള്ളിയിട്ടിട്ട് അനുസ്വാരണം സ. അഹിംസ. Okay, very good. അഹിംസ. ഓക്കെ, എല്ലാവർക്കും ഫിനിഷ് ആണോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? അഹിംസ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഒന്നുകൂടിയേ ഉള്ളൂ. ലാസ്റ്റ് വൺ. അപ്പൊ ഇത് തെറ്റിയവരൊക്കെ എഴുതി പഠിക്കണേ, കുറച്ച് നല്ല ടഫ് വേർഡാ. രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ്. നോക്കാണ്ട് എഴുതണേ, നോക്കി ആലോചിച്ച്. ഞാൻ തേർഡ് വൺ പറഞ്ഞത് വെള്ളക്കാറല്ലേ? ഫോർത്ത് പറഞ്ഞത് അഹിംസ. ജയപ്രിയ തെറ്റിപ്പോയോ? ചീത്ത കിട്ടിയോ അമ്മയുടെ? എന്തോ തെറ്റി. ജയപ്രിയ അറിയണ്ട കേട്ടോ, തെറ്റിക്കോട്ടെ, തെറ്റിയിട്ടല്ലേ ശരിയാവൂ. ഫിഫ്ത്ത് വൺ ആണ് രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ്. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും എഴുതാൻ? എല്ലാം രാഷ്ട്രപിതാവ്. ഇഷാന്റെ കണ്ണിന് പറഞ്ഞു. ഇഷാനെ ശരിയായോ? ലക്ഷ്മിയുടെ പനി പറഞ്ഞോ? ലക്ഷ്മി കുറവുണ്ടോ പനി? ഓ എനക്കും പനിയാ. ആർക്കാ? സമജ്ഞ. ഓ, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ? കുറവില്ലേ മോളെ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നാമത്തത് ഗാന്ധിജി. എന്തായി സിദ്ധാർത്ഥേ, എഴുതുന്നുണ്ടോ? ഓർത്ത് നോക്കട്ടെ, എഴുതിയത് നോക്കട്ടെ, കാണിച്ചേ. വരാൻ മറന്നു. വരാൻ മറന്നുപോയി. അക്ഷരം മറന്നുപോയോ? എഴുതുമ്പോ എഴുതാൻ മറന്നുപോയോ? ആഹാ കേട്ടോ, അവൻ ഡിക്റ്റേഷൻ എഴുതി കൊടുക്കുമ്പോ എഴുതാൻ മറന്നുപോയി അല്ലേ സിദ്ധാർത്ഥേ?
അപ്പൊ ഒന്നുകൂടി മിസ് പറയാം, ഓർത്ത് എഴുതണേ. ഫസ്റ്റ് വൺ എന്താണെന്ന് അറിയോ? ഗാന്ധിജി. അലോൺ ജോസഫ് എഴുതിയോ മോനെ? ഓക്കെ, എഴുതുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഒന്നാമത്തത് ഗാന്ധിജി, രണ്ടാമത്തത് സ്വാതന്ത്ര്യം. എഴുതിയ ഗാന്ധിജി എഴുതി. മുഹമ്മദ് സാദ് ഇല്ലേ എവിടെ? ഗാന്ധിജി, സ്വാതന്ത്ര്യം. മറന്നു പോവാതെ എഴുതിയ സിദ്ധാർത്ഥ്. രണ്ടാമത്തെ സ്വാതന്ത്ര്യം. മൂന്നാമത്തത് വെള്ളക്ക. ആരും അവിടുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. രാത്രി കഴിഞ്ഞോ? രാത്രി എഴുതി കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് ആരാന്ന് എഴുതാതെ ഇരിക്കുന്നില്ലല്ലോ ആരും. ഏഞ്ചൽ, അബ്ദുൽ ഹാദി, ശ്രീദാലക്ഷ്മി. Turn on your videos. ഓക്കെ. അപ്പം നമ്മൾ പിന്നെ നാലാമത്തത് പറഞ്ഞത് അഹിംസ. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ എന്താണെന്നറിയോ? രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ്. 5 വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എഴുതി കഴിഞ്ഞു എല്ലാവർക്കും? ഫിനിഷ് ആയോ? എല്ലാവർക്കും ശരിയാണോ? ഒന്നാമത്തെ ഗാന്ധിജി എഴുതിയിട്ടുണ്ടോ വൃത്തിക്ക്? ഓക്കെ. ഗാന്ധിജി എങ്ങനെയാ എഴുതുക? മിസ് എഴുതി തരാ, അതുപോലെ എഴുതിയവരെ കിട്ടില്ല. ഗാന്ധിജി. ഫസ്റ്റ് വൺ നിങ്ങൾ ഇങ്ങനെയാണോ എഴുതിയത്? യെസ്, എല്ലാവരും കുറെ പേര് അതെയാണ് ആണെങ്കിൽ ശരി കേട്ടോ. ഗാന്ധിജി. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് ശരിയായവരെല്ലാം ശരി കിട്ടും കേട്ടോ. സെക്കൻഡ് വൺ നമ്മൾ എന്താ പറഞ്ഞത്? വരക്കുന്ന ആള്. ഞാൻ പേര് ഇവിടെ കാണുന്നുണ്ട്, ഞാൻ വിളിക്കാത്തല്ല കേട്ടോ. സ്വാതന്ത്ര്യം. നെക്സ്റ്റ് വൺ നമ്മുടെ മൂന്നാമത്തെ എന്താ പറഞ്ഞേ? വെള്ളക്ക. ഇത് ശരിയാണോ? സെക്കൻഡ് വൺ എല്ലാവർക്കും? ഓക്കെ. സ്വാതന്ത്ര്യം രണ്ടാമത്തെ ശരിയാണോ? ഇതാരെ വരച്ചിട്ടാണ്? അന്നാഗ്രീസ് ആണല്ലോ. എന്ത് പറ്റി അന്ന? മൂന്നാമത്തത്
വെള്ളക്കാർ. വെള്ളക്കാർ. മൂന്നാമത്തത് ഇതാണ് ഞാൻ പറഞ്ഞത്. ശരിയായവർ മാത്രം ശരിയിട്ടല്ലേ, ബാക്കിയൊരു കുറെ പ്രാവശ്യം എഴുതണം. വെള്ളക്കാർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നാലാമത്തത് അഹിംസ. അഹിംസ. നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്? ലാസ്റ്റ് വൺ രാഷ്ട്രപിതാവ്. ഇവിടെ എഴുതുന്നുണ്ട് മുകളിൽ. രാഷ്ട്രപിതാവ് ലാസ്റ്റ് വൺ. ഇവിടെ എഴുതി കഴിഞ്ഞില്ല നിങ്ങളുടെ ഡിക്റ്റേഷൻ. ഇപ്പൊ മിസ് അത് ശരിയാണോ എന്ന് മാത്രം എഴുതി തരുന്നതാണ്. ഈ താഴെ എഴുതാ കേട്ടോ, പിതാവിന് സ്ഥലം കാണുന്നില്ല. കാണാത്തെ ഇത് ഒഴിവാക്കാനേ ഞാൻ താഴെ എഴുതുകയാണ്. രാഷ്ട്ര പിതാവ്. ഇതാർക്കാ കാണാത്തെ? അപ്പൊ ഇത് എല്ലാം ശരിയായവരെന്ന് കൈപൊക്കിയേ. ഹസൻ ശരിയാണ്. നെക്സ്റ്റ് ശ്രുതാലക്ഷ്മി. അടുത്തതാരാ? എല്ലാം മിസ്സാണ് എഴുതി കാണിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ ശരിയായത്? സമജ്ന, ഇഷാൻ, ശ്രുത, ഹസൻ, ഗാത്രി, കാശിനാഥ്, കൃഷ്ണ, ഏഞ്ചൽ, അർജുൻ, അഡോൺ ജോസഫ്, ആദിനാഥ്, ധ്യാൻ പി വി, പാർവണ. സർഗക്ക് തെറ്റിപ്പോയോ? സർഗ അബ്ദുൽ ഹാദി തെറ്റിപ്പോയി ആണോ അല്ലെ? ഏതായിരുന്നു? സ്വാതന്ത്ര്യം. കൊറേ എണ്ണം തെറ്റിപ്പോയി. ചിലവർക്കെല്ലാം തെറ്റിപ്പോയോ? പിന്നെ ആർക്കാ? വേദ്യക്ക് തെറ്റിയോ? വേദ്യ ഓക്കെ തെറ്റിപ്പോയി. നെക്സ്റ്റ് ഇനി ആർക്കാ? ദേവപ്രിയക്ക് തെറ്റി. ഇഷ്ടോ? പിന്നെ ആർക്കൊക്കെ തെറ്റിയ മക്കളെ? ഓക്കെ തെറ്റിയവർ അലോണെല്ലാം ശരിയാണോ? ഓക്കെ. അപ്പൊ തെറ്റിയവരെന്ത് ചെയ്യണമെന്നറിയോ? ആ വേർഡ് ഒരു 5 പ്രാവശ്യം എഴുതണം. അലോണെല്ലാം മറന്നുപോയോ? അപ്പൊ ഒന്ന് തെറ്റിയ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? 5 പ്രാവശ്യം, മിനിമം 5 പ്രാവശ്യം എഴുതും. ഓക്കെ. 2 തെറ്റിയ എന്ത് ചെയ്യണം? 2 എഴുതും. ഓക്കെ മക്കളെ, 1 മിനിറ്റ്. എല്ലാം എഴുതി നോക്കണം കേട്ടോ മോനെ. ഇന്ത്യ നമ്മുടെ ഗാന്ധിജി, ബാപ്പുജി. ഓക്കെ. സത്യം. അപ്പൊ കിട്ടിയോ? ഇത് മക്കളെ കുറച്ച് ടഫിലെ പാടാണ്, കുറച്ച് നല്ല ടഫ് വേർഡാണ്. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ കുറെ തവണ എഴുതി പഠിക്കണം കേട്ടോ മക്കളെ. രാഷ്ട്രപിതാവ്, ഗാന്ധിജി, വെള്ളക്കാർ അല്ലെ, അതൊക്കെ സ്വാതന്ത്ര്യം, അതൊക്കെ കുറച്ച് വിഷമുള്ള വാക്കുകളാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി എഴുതി പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ പഠിച്ച പാഠത്തിന്റെ കുറച്ച് ഭാഗമുണ്ട് അല്ലെ നമുക്ക് പഠിക്കാൻ ഉണ്ടോ? ഏതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ? ഏത് പാടാ പഠിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് അതിന്റെ പേര്? ആർക്കും ഓർമ്മയില്ല? ഞാൻ വെച്ച് ടെക്സ്റ്റ് നോക്കാതെ ആർക്കും അറിയില്ല. കുറുക്കൻ രാജാവായ കഥ അല്ലെ? 16ാമത്തെ ലെസൺ കുറുക്കൻ രാജാവായ കഥ എന്നാണ്
നമ്മൾ പഠിക്കുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഇത് കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. അപ്പോ പകരം രാജാവിനെ എടുക്കാൻ വേണ്ടി മൃഗങ്ങളൊക്കെ യോഗം ചേർന്നു. അപ്പൊ യോഗത്തില് എന്ത് ചെയ്തു? എല്ലാരും പരസ്പര പേര് നിർദ്ദേശിച്ചു. ഒടുവിൽ ഒരു നീല നിറമുള്ള മൃഗം നിർമ്മത്തിൽ കൊന്നു. അദ്ദേഹത്തിന്റെ വീരകഥകള് മൃഗത്തിന്റെ അതിന് ലാസ്റ്റ് ഒരു പഠിപ്പിച്ചു അല്ലെ. നമ്മൾ അതിന്റെ വർക്കുകളാണ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്കിന്ന് ഇത് നീല നിറമുള്ള രാജാവിന് അല്ല കുറുക്കന് കുറുക്കൻ എന്ന് പറയുന്നില്ല, നീല നിറമുള്ള മൃഗത്തെ നമ്മള് രാജാവാക്കി. അപ്പൊ മൃഗം എന്ത് ചെയ്തു? കള്ളത്തരം പറഞ്ഞിട്ട് നേടിയെടുത്താണ്. അതുകൊണ്ട് അധികകാലം നീണ്ടു നിന്നില്ല അല്ലെ. നമ്മൾ അതിനൊരു മോറലും പഠിച്ചത് കള്ളത്തരം സത്യസന്ധതയാണ് എവിടെയും വിജയിക്കുക അല്ലെ. കള്ളത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധിക കാലമൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴായാലും അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യുന്നു പഠിച്ചു. നെക്സ്റ്റ് നമ്മുടെ കഥ വായിച്ചു. അതില് കാട്ടിൽ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ടാകും നമ്മൾ എഴുതി. നെക്സ്റ്റ് പൂരിപ്പിക്കാം എന്നുള്ള ഭാഗം എഴുതിയത് കാട്ടിലെ രാജാവായ സിംഹം മരിച്ചു. മൃഗങ്ങൾ ഒത്തുകൂടി. സൂത്രക്കാരനായ കുറുക്കൻ സദസ്സിലേക്ക് വന്നു. പേജ് നമ്പർ എത്രയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് അറിയാലോ? 59. 59ാമത്തെ പേജിലത്തെ കാര്യം പറയുന്നത്. ഒളഫിലിസം. പിന്നെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഞാൻ. ആരാ പറഞ്ഞത്? ആന. മരം ചാടി നടക്കുന്ന ഡേഷ്. അത് കേട്ട് വാൽ പൊക്കി. ആര്? കുമ്പും നിറയെ പുള്ളികളുമുള്ള ഡേഷ് തല ഉയർത്തി നോക്കി. ആര്? മാൻ. വെരി ഗുഡ്. ഇനി കാട്ടിലെ ഓട്ട മത്സരത്തിൽ ഡേഷിനെ തോൽപ്പിച്ച ആരെ തോൽപ്പിച്ച? നീ മുയലിനെ. അപ്പൊ മുയലിന് അവിടെ എഴുതണം ആമ ഇഴഞ്ഞു മുന്നോട്ട് വന്നു. അത് നമ്മൾ ഫില്ല് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചേരുംപടി ചേർക്കാം എന്നുള്ളതില് ഇന്നലെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കട്ടായത് അല്ലെ. അത് മിസ് ഗ്രൂപ്പിലിട്ട് ഉണ്ടായോ? ഇല്ല. അപ്പൊ സിംഹം എന്താ ചെയ്യുക? ഗർജിച്ചു. സിംഹം ഗർജിച്ചു. അതാ ഫസ്റ്റ് വണ്ണിന് മാച്ചായി ചെയ്യുന്നത്. എന്താണ്? ഗർജിച്ചു. അപ്പൊ എഴുതണ്ടേ നമുക്കത്? ഓക്കെ, ഗർജിച്ചു. അപ്പൊ ഇത് മിസ് കാണില്ലേ? ഗർജിച്ചു. എഴുതണേ, നോക്കി എഴുതണേ. അപ്പൊ ആ ഡേഷിലെടുത്ത് നമുക്ക് ഗർജിച്ചു എന്നാണ് എടുത്ത് എഴുതേണ്ടത്. അവിടെ ഉണ്ട്, എന്നാലും ഇതാ മിസ് ഇവിടെ എഴുതുന്നുണ്ട്. ആരവിടെ സംസാരിക്കുന്നേ? വേഗം നോക്കി എഴുതിയെടുത്തേ. ആര്? ഗർജിച്ചു. നെക്സ്റ്റ് എന്താണെന്നറിയോ? അഭിജിത്ത് നിന്റെ കൂടെ ഉണ്ടാവും അല്ലേ. ആന എന്താ ചെയ്യുന്നേ? ചിഹ്നം വിളിച്ചു. ഓ വെരി ഗുഡ്. ചെയ്യാത്ത കുട്ടികൾ വേഗം അത് ചെയ്യണേ കേട്ടോ മക്കളെ. ഇവിടെ നോക്കി എഴുതിയിട്ട് ഓക്കെ. അവര് മിണ്ടാതെ അവിടെ ഇരിക്കണേ, ശ്രദ്ധിക്കണേ. ഇനി അടുത്ത് ചെയ്യാനുള്ള മക്കൾ ഇത് ചെയ്തേ. ഓക്കെ. ചെയ്യാനുള്ളവര്, ബാക്കിയുള്ളവര്. ഓക്കെ. നെക്സ്റ്റ് ആരാ മക്കളെ? കുറുക്കൻ എന്താ ചെയ്യാ? ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കിയേ. കഴുത എന്താ ചെയ്യാ? കഴുത കരഞ്ഞു. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അതാണ് എഴുതേണ്ടത്.
കഴുത കരഞ്ഞു കഴുത കരഞ്ഞു എന്നായിരുന്നു നമുക്ക് അടുത്തത് അല്ലെ. കരഞ്ഞു. ആ നെക്സ്റ്റ് ലാസ്റ്റ് വൺ മൂങ്ങ. മൂളി. സോറി ഞാൻ കരഞ്ഞു തന്നെയത്. കഴുത കരഞ്ഞു. മൂങ്ങ മൂളി. കരഞ്ഞു. ലാസ്റ്റ് വൺ ഇവിടെ മുകളിൽ എഴുതുന്നുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്യണേ. നിങ്ങൾ ആ ഡാഷിൽ എഴുതണം. സാധ എഴുതിയോ? സാധേ എല്ലാം എഴുതി വെക്കുന്നില്ല ഇതാരും. മൂളി കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒന്നുകൂടെ വായിക്കാം. സിംഹം ഗർജിച്ചു. ആന ചിഹ്നം വിളിച്ചു. എഴുതി. ഓക്കെ. കുറുക്കൻ ഓരിയിട്ടു. കഴുത കരഞ്ഞു. മൂങ്ങ മൂളി. ഇനി നെക്സ്റ്റ് പേജ് എടുത്തേ മക്കളെ. നെക്സ്റ്റ് പേജ് എഴുതി കഴിഞ്ഞോ ഇതെല്ലാവരും? ഫിനിഷ് ആണോ? എഴുതി കഴിഞ്ഞോ? നോ. എന്നാ എഴുതിക്കോ. ഓക്കെ. ഫിനിഷ് ആവാത്തവര് ശ്രദ്ധിക്കുക. ഫിനിഷ് ആവാത്തവര് എഴുതിയെടുക്കുക. കാണിക്കുന്നേ അത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. അപ്പൊ എങ്ങനെ കൂട്ടി എഴുതിയാ പോരടാ. സിംഹം മടാനേ ഉള്ളൂ. അപ്പൊ സിംഹത്തിന്റെ മടാനാണ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറുക്കൻ കൗശലം കുറുക്കന്റെ കൗശലം. മുയൽ ചെവി മുയലിന്റെ ചെവി. മാൻ കൊമ്പ് മാനിന്റെ കൊമ്പ്. ആന തുമ്പിക്കൈ ആനയുടെ തുമ്പിക്കൈ. പുലി നഖം പുലിയുടെ നഖം. കടുവ ചാട്ടം കടുവയുടെ ചാട്ടം. മുതല കണ്ണീർ മുതലയുടെ കണ്ണീർ. അങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എഴുതിത്തരാം മിസ് കേട്ടോ. ഇത് കഴിഞ്ഞോ മക്കളെ? ഫിനിഷ് ആണോ എല്ലാവർക്കും? അടുത്തിലേക്ക് പോവാനായോ? ഇത് കംപ്ലീറ്റ് ആയവരെ ഒന്ന് കൈവക്കിയേ. ഹസൻ സാദ് വീഡിയോ ഓൺ ആക്കിയേ. ഏഞ്ചൽ ഫിനിഷ് ആയോ മോളെ? എഴുതി കഴിഞ്ഞോ? അമജ്ന പാർവണ ഹവിക അഡോൾ ഫിനിഷ് ആയോ എല്ലാവർക്കും? ആർക്കും ഈ കാണാത്തേ? ബബിക ഞാനിവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഷെയർ സ്ക്രീൻ ചെയ്തിട്ടുണ്ടല്ലോ. കാണുന്നില്ലേ മക്കളെ? ഹസൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ബബികക്ക് എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നമുണ്ടോ? ബബിക ഷാമിൽ എഴുതിയോ? ഷാമിലെ എല്ലാവരും എഴുതിയെടുത്തോ? ഇതാ ഞാൻ കാണിച്ചതാ. നമുക്കിനി 3 ദൃശ്യം എഴുതി കഴിഞ്ഞോ? അപ്പൊ ഇനി 3 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പൊ അത് എഴുതിയെടുത്തോ. അടുത്ത നമുക്ക് അടുത്ത ദിവസം പറയാം അല്ലേ? എന്താണ്? ഫിനിഷ് ആക്കുക കേട്ടോ. ഫിനിഷ് ആക്കിക്കോ. ഇതാ all of you mark your attendance. Don't forget. എഴുതി കഴിഞ്ഞോ? എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഇനി ആർക്കാ ഫിനിഷാവാതില്ലേ? ആയോ?
ഇപ്പൊ എല്ലാവർക്കും ആയി അല്ലേ? നെക്സ്റ്റ് ദിവസം നമുക്ക് അടുത്ത പേജ് എടുക്കാം കേട്ടോ. 60 പേജ് നമ്പർ 60 നമുക്ക് അടുത്ത ദിവസം കംപ്ലീറ്റ് ചെയ്യാം. ആ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം അല്ലേ? കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ, ഞാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? ഷംന എഴുതിയോ? ഷംന ഭവിക ഇപ്പൊ കാണുന്നുണ്ടോ? കണ്ടില്ല. ഓ അത് കണ്ടില്ല നമ്മള്. കൃഷ്ണ ഫിനിഷായോ? ജോൺ എഴുതിയില്ലേ മോളെ? കൗശലം എഴുതിയാ? ഓക്കെ, ഇനി 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ. അല്ലെങ്കിൽ എന്നാ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ബൈ. ഓക്കെ ബൈ. ബൈ. See you. Okay.